ഹലോ ഗായ്സ്, നിങ്ങൾ ഇതിനു മുന്നേ ഇങ്ങനെയൊരു പുൽക്കൂട് കണ്ടിട്ടുണ്ടാവില്ല. വളരെ വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം പുൽക്കൂട്, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ തുളസിച്ചെടിയാണ്. തുളസിച്ചെടിയിലാണ് നമ്മൾ കുഞ്ഞാപ്പീൻ്റെ ബർത്ത്ഡേൻ്റെ ഡെക്കറേറ്റ് ചെയ്ത് എന്തോ ഒരു മിന്നുന്ന ഫോയിൽ പേപ്പറിനെ പോലത്തെ ഒരു സംഭവത്തിനെ കൊണ്ട് അതിൻ്റെ മേലെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നമ്മുടെ ടിസ്റ്റാണ്. ഇത് കുഞ്ഞാപ്പീൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ട്രീ ആണ്. അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിലും എങ്ങനെയൊക്കെ ആരൊക്കെ വയ്ക്കുന്നത് കേസ് സെറ്റ് ചെയ്ത് അങ്ങനെയെല്ലാം ആക്കി വെച്ചത്. ഇനി നമ്മുടെ വെറൈറ്റി സാധനമാണ്. നമ്മുടെ അതിൻ്റെ പേരെന്തേനും പുൽക്കൂട് കാണിച്ചു തരാം. ഇത് നമ്മളെ ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടി നമ്മൾ ചെരിച്ച് വെച്ചിട്ട് അതിനകത്ത് ഇവിടെ 2 ദിവസം മുന്നേ റോഡും വീടും പറമ്പെല്ലാം വയക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരത്ത് ഉണ്ടായ പുല്ല്, വയക്കിയ സമയത്ത് ഉണങ്ങിപ്പോയ പുല്ല് നമ്മൾ എന്താക്കി, പുൽക്കൂടിൻ്റെ പുല്ലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ യേശുക്രിസ്തു ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത്തിരി ഡെക്കറേറ്റ് ചെയ്യാൻ ഉണ്ണിയേശുവിനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ യേശുക്രിസ്തുവിൻ്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിൻഡർ ജോയിൻ്റെ ഒപ്പം കിട്ടിയ ഏകദേശം അതുപോലെ തോന്നിക്കുന്ന ഒരു സിൻഡ്രലേനെ പോലത്തെ ഒരു സാധനത്തെ നമ്മൾ ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ സാധനം കുഞ്ഞാപ്പീൻ്റെ ബർത്ത്ഡേൻ്റെ തൊപ്പി ഉണ്ടായിരുന്നു. തൊപ്പീൻ്റെ മേലെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അതിനെക്കൊണ്ട് അത് നമ്മളടുത്ത് തുളസീൻ്റെ കമ്പിന് കെട്ടി വെച്ച് അതും ചെറിയ രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, വളരെ എന്താ പറയുക, അടിപൊളിയാക്കി നമ്മൾ ഇപ്രാവശ്യം ഒരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട് ഗൈസ്.